രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആൾ ആചാരമര്യാദയോട് കൂടിയിട്ട് ശിരസ് കുനിച്ച് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എന്തോ വിഴുങ്ങിയതുപോലെയാണ് വാസവൻ തൊട്ടടുത്ത് നിന്നത്. ആ കാഴ്ച കേരളത്തിലെ എല്ലാ മനുഷ്യരും കണ്ടു. വാസവൻ അങ്ങനെ ആചാരം താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇതുപോലെയുള്ള ആളുകൾ ദേവസ്വം വകുപ്പിനെ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. നാളെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനമെടുത്തു വന്നിരിക്കട്ടെ, ഇവിടെ ഒരു നയ പൈസ പോലും ഇനി ദേവസ്വം വകുപ്പിൻ്റെ അമ്പലങ്ങളിൽ നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മനുഷ്യരുടെ മനസ്സ്, ഭക്തരുടെ മനസ്സ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭഗവാനെ താല്പര്യമില്ലാത്ത, ഭഗവാന്റെ തീർത്ഥം താല്പര്യമില്ലാത്ത, ഭഗവാന്റെ പൂജാവിധികളെക്കുറിച്ച് എനിക്ക് അറിയണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ആളുകൾ, ആചാരലംഘകരായിട്ടുള്ള മനുഷ്യർ ഇങ്ങനെ എന്തിനാണ് ശബരിമലയെ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ജനം ഏറ്റെടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞകാല ശബരിമല പ്രക്ഷോഭത്തിൽ ഞങ്ങൾക്കത് അനുഭവമുണ്ട്. എന്താണോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ പ്രസ്ഥാനം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞത്, ആ കാര്യങ്ങളിലൂടെ ഇവിടുത്തെ ഭക്തർ യാത്ര ചെയ്തിട്ടുണ്ട്. അവസാനം ഞങ്ങൾ തന്നെ പറയേണ്ടി വന്നു, നിത്യനിദാനത്തിന് നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളിൽ, എണ്ണ വാങ്ങാൻ ഗതിയില്ലാത്ത ക്ഷേത്രങ്ങളിൽ പോലും കഞ്ഞികൂടി മുട്ടിപ്പോകും എന്നുള്ളത് കൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് തന്നെ തിരിച്ചു പറയേണ്ടി വന്നു, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൈസ ഇടുന്ന വീണ്ടും നിങ്ങൾ അവിടെ പൂജാവിധികൾ നടത്തണം എന്ന് പറയേണ്ട സാഹചര്യം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ടായി.